കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാനെത്തുന്ന രോഗികൾ ഡിഫ്തീരിയ ഭീഷണിയിൽ. മറ്റു രോഗങ്ങൾക്ക് ചികിത്സിക്കാനെത്തുന്നവരും ഡിഫ്തീരിയ ബാധിച്ചവരും ഒരേ ക്യൂവിലാണ് ഒ.പി. ടിക്കറ്റിനായി ഒന്നിച്ച് വരി നിൽക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ഡിഫ്തീരിയ ബാധിച്ച് അഡ്മിറ്റായ രോഗികൾ 50ഓളം വരും. 2 മരണവും ഈ രോഗം മൂലം സംഭവിച്ചു. പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമാക്കാൻ വാക്സിനേഷനും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും ആശുപത്രികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മറ്റു രോഗങ്ങളുമായി എത്തുന്നവരും മടങ്ങുന്നത് ഡിഫ്തീരിയ ഭീഷണിയുമായാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളുമായി എത്തുന്നവരും മറ്റു രോഗികളും ജനറൽ മെഡിസിനിൽ ചികിത്സ തേടാനായി ഒ.പി. ടിക്കറ്റ് എടുക്കുന്നത് മുതൽ ഡോക്ടറെ കാണും വരെ നിൽക്കുന്നത് ഒരേ ക്യൂവിൽ, അതും മണിക്കൂറുകൾ. ഡിഫ്തീരിയ ബാധിച്ച ഒരാൾ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ 100 വീടുകൾക്കപ്പുറം വരെ അന്തരീക്ഷത്തിലൂടെ രോഗം പടരുമെന്നാണ് WHO പറയുന്നത്. റഫർ ചെയ്യാതെ എത്തുന്ന രോഗികളിലെ ഡിഫ്തീരിയക്കാരെ തിരിച്ചറിയാനാകില്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും സമ്മതിക്കുന്നു. ഈ ചുമയായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അവരെ നമുക്ക് മനസ്സിലാവില്ല. ഈ റഫർ ചെയ്ത് വരുന്ന പേഷ്യൻ്റ് ആരും ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല. അവർ നേരെ നമ്മൾ കാഷ്വാലിറ്റി അഡ്മിറ്റ് ചെയ്ത് വാർഡിലേക്ക് വരുന്നു. പിന്നെ ഈ ആശുപത്രി ക്യൂ നിൽക്കുന്ന ആൾക്കാരിൽ ചുമയുള്ളവരിൽ എത്ര പേർക്ക് ഡിഫ്തീരിയ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫ്തീരിയയുടെ മുൻകരുതലായി ആശുപത്രി ജീവനക്കാർക്ക് വാക്സിനേഷൻ നൽകുന്നുണ്ട്. എന്നാൽ മറ്റു രോഗികളുടെ സ്ഥിതി എന്താണെന്നാണ് ഉയരുന്ന ചോദ്യം. ഡിഫ്തീരിയ പടരുമ്പോൾ പ്രതിരോധത്തിനൊപ്പം തന്നെ മുൻകരുതലിനു കൂടി പരിഗണന നൽകിയില്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കാൻ ബുദ്ധിമുട്ടുമെന്ന് മെഡിക്കൽ പ്രവർത്തകരും പറയുന്നു. ടി.കെ. സബീന, റിപ്പോർട്ടർ, കോഴിക്കോട്.